This is the purpose of your life and the purpose of God's call and election in your life. This is the great promises in the Bible that God calls you to obtain His kingdom and glory. എനിക്കായൊരു ഭവനം ഉയരെ അങ്ങുയരെ ഒരുങ്ങിയിടുന്നു ദൈവസന്നിധിയിൽ. ദൈവത്തിൻ കയ്യാൽ നിർമ്മിതമാം ഭവനം ഒരുങ്ങിയിടുന്നു അങ്ങുയരെ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. പതിനായിരങ്ങളിൽ സുന്ദരനെ ഞാൻ കാണുമേ. തേജോമയനാമൻ പിതാവിനെ ഞാൻ കാണുമേ. വെൽക്കം ടു കിങ്ഡം ആൻഡ് ഗ്ലോറി ഓഫ് ഗാഡ്. ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും എൻ്റെ എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യവും തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവരാജ്യം എന്നാൽ അർത്ഥമെന്താണ്? ദ ഗവൺമെൻറ് ഓഫ് ഗാഡ്, അതായത് ദൈവത്തിൻ്റെ ഭരണമെന്നർത്ഥം. ഒരു മനുഷ്യൻ തൻ്റെ സ്വയത്തിൻ്റെ ഭരണത്തെ നിഷേധിച്ച് യേശുക്രിസ്തുവിൻ്റെ കർത്തൃത്വം അംഗീകരിച്ച് ദൈവത്തിൻ്റെ ഭരണത്തിങ്കിലേക്ക് മടങ്ങി വരുമ്പോൾ അവൻ ദൈവരാജ്യത്തിലായി, ദൈവരാജ്യം അവനിലുമായി. ഇപ്പോൾ അവൻ തന്നെയാണ് ദൈവത്തിൻ്റെ രാജ്യം. രണ്ടാമതായി, യേശുക്രിസ്തു ഈ ഭൂമിയിലേക്ക് മടങ്ങി വരുമ്പോൾ ഈ ഭൂമിയിലുള്ള എല്ലാ ഭരണത്തിനും വാഴ്ചയ്ക്കും അധികാരത്തിനും കർത്തൃത്വത്തിനും നീക്കം വരുത്തിയിട്ട് രാജ്യം അഥവാ ഭൂമിയുടെ ഭരണം പിതാവാം ദൈവത്തെ ഏൽപ്പിക്കുമ്പോൾ ദൈവരാജ്യം അക്ഷരികമായി ഈ ഭൂമിയിൽ വെളിപ്പെടുകയാണ്. തൻ്റെ 1000 വർഷത്തെ ഭരണത്തിന് ശേഷം വർത്തമാനകാല ഭൂമിയെയും ആകാശത്തെയും നീക്കം ചെയ്ത് ദൈവം ഒരു പുതിയ ഭൂമിയും ആകാശവും സ്ഥാപിച്ച് ദൈവം ശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങൾ ഉള്ളതുമായ പുതിയ ജെറുസലേം എന്ന നഗരം സ്ഥാപിച്ച് ദൈവവും എല്ലാ കാലഘട്ടങ്ങളിൽ നിന്നും വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ ജനവും ഒരുമിച്ച് വാസമാരംഭിക്കുമ്പോൾ നിത്യരാജ്യം വെളിപ്പെടുകയായി. ദൈവം നിങ്ങളെ വിളിച്ചിരിക്കുന്നത് അവൻ്റെ രാജ്യം പ്രാപിക്കാൻ മാത്രമല്ല, അവൻ്റെ തേജസ്സും പ്രാപിക്കാൻ വേണ്ടിയാണ്. ദൈവ തേജസ് എന്നാൽ അർത്ഥമെന്താണ്? വേദപുസ്തക ചരിത്രത്തിൽ ഒരു മനുഷ്യൻ്റെ ഇന്ദ്രിയങ്ങൾക്ക് പ്രാപ്യമായ അളവിൽ ദൈവം തന്നെ വെളിപ്പെടുത്തിയപ്പോൾ ആ ദൈവീക പ്രത്യക്ഷതയ്ക്ക് പറഞ്ഞിരുന്ന പേരാണ് ദൈവത്തിൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദർശനീയവും സ്പർശനീയവും ശ്രവണീയവുമായ ദൈവത്തിൻ്റെ സാന്നിധ്യമാണ്. ദ വിസിബിൾ, ടാഞ്ചിബിൾ ആൻഡ് ദ ഓഡിബിൾ പ്രസൻസ് ഓഫ് ഗാഡ്. മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ ദൈവജീവൻ്റെ സമ്പൂർണമായ പ്രകടീകരണമാണ് അവൻ്റെ തേജസ്. ദൈവ തേജസ് എന്ന് പറഞ്ഞാൽ ദൈവം തന്നെയാണ്. ഒരു ദൈവ പൈതലിൻ്റെ യഥാർത്ഥമായ അനുഗ്രഹവും അവകാശവും ഈ ഭൂമിയിലുള്ള യാതൊരു നന്മകളുമല്ല. സ്വർഗത്തിൽ ചെല്ലുമ്പോൾ ലഭിക്കാൻ പോകുന്ന വിശേഷമേറിയ പ്രതിഫലങ്ങളോ പുതിയ ജെറുസലേം ലഭിക്കാൻ പോകുന്ന ശ്രേഷ്ഠമേറിയ ഭവനങ്ങളോ അവൻ്റെ അനുഗ്രഹമോ അവകാശമോ അല്ല. ഒരു ദൈവ പൈതലിൻ്റെ
യഥാർത്ഥ അനുഗ്രഹവും അവകാശവും ദൈവം തന്നെയാണ്, അഥവാ ദൈവത്തിൻ്റെ തേജസ്സാണ്. വേദപുസ്തകത്തിലെ എല്ലാ ഉപദേശങ്ങളും ദൈവരാജ്യത്തിൻ്റെയും ദൈവ തേജസ്സിൻ്റെയും അടിസ്ഥാനത്തിലാണ് ദൈവം വെളിപ്പെടുത്തിയിരിക്കുന്നത്. വീണ്ടും ഒരിക്കലൂടെ ദൈവ രാജ്യത്തിലേക്കും അവൻ്റെ തേജസ്സിലേക്കും നിങ്ങൾക്കേവർക്കും ഹാർദവമായ സ്വാഗതം. ദൈവനീതിയെക്കുറിച്ചാണ് കഴിഞ്ഞ 47 എപ്പിസോഡുകളിലായിട്ട് നാം തുടർമാനമായി പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റോമാലേഖനം ആദ്യത്തെ 3 അധ്യായങ്ങളിലൂടെ മനുഷ്യവർഗത്തിൻ്റെ അടിസ്ഥാന പ്രശ്നങ്ങളായ പാപം, പാപത്താലുണ്ടായ നിത്യ മരണം, ദൈവജീവൻ്റെ നഷ്ടം, തങ്ങളുടെ പാപങ്ങൾ മോചിച്ച് മരണത്തെ ജയിച്ച് നിത്യജീവങ്കിലേക്ക് മടങ്ങി വരുവാനുള്ള മനുഷ്യവർഗത്തിൻ്റെ അക്ഷീണമായ പരിശ്രമങ്ങൾ, എന്നാൽ ഒരു മനുഷ്യൻ്റെയും പ്രവൃത്തി മാർഗത്തിലൂടെ അവൻ പാപങ്ങളെ മോചിക്കപ്പെട്ട് നീതിമാനായി തീർന്ന് നിത്യജീവങ്കിലേക്ക് മടങ്ങി വരുത്തില്ല എന്നുള്ള ദൈവത്തിൻ്റെ വചനം നാം വ്യക്തമായി പഠിച്ചിട്ടുണ്ട്. റോമാലേഖനം 3-ാം അധ്യായത്തിൻ്റെ 21-ാം വാക്യം തുടങ്ങി ദൈവം തൻ്റെ മഹാകരുണയാലും കൃപയാലും തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിനെ മനുഷ്യവർഗത്തിൻ്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഭൂമിയിലേക്ക് അയക്കുകയും യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് മരണത്തിലൂടെ നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരം വരുത്തി നമ്മെ മരണത്തിൽ നിന്ന് വീണ്ടെടുത്തിരിക്കുകയാണ്. ഈ സുവിശേഷം നാം വ്യക്തമായി പഠിച്ചു കഴിഞ്ഞു. റോമാലേഖനം 4-ാം അധ്യായം 5-ാം അധ്യായം തുടങ്ങിയുള്ള ഓരോ അധ്യായങ്ങളിലൂടെ വിശ്വസിക്കുന്നവൻ്റെ വിശ്വാസത്തെ ദൈവം നീതിയായി കണക്കാക്കുന്ന സുവിശേഷം നാം വ്യക്തമായി ഗ്രഹിച്ചിട്ടുണ്ട്. 5-ാം അധ്യായം തുടങ്ങി 8-ാം അധ്യായം വരെ ദൈവം നീതി പ്രാപിച്ചതിൻ്റെ വ്യത്യസ്തമായ ഫലങ്ങൾ നാം കണ്ടു കഴിഞ്ഞു. നാം ദൈവത്തിൻ്റെ നീതി പ്രാപിച്ച നീതിമാന്മാരാണ്. എന്നാൽ ഈ നീതിമാനായി തീർന്ന നമ്മുടെ ജീവിതത്തിൽ ഇനി പാപങ്ങൾ വരിക സാധ്യമാണെന്ന് നമ്മൾ കണ്ടു. കാരണം പാപത്തിൻ്റെ സാന്നിധ്യം ഈ ഭൂമിയിൽ വളരെ അധികമുണ്ട്. നമ്മുടെ ശരീരം വീണ്ടെടുക്കപ്പെട്ടിട്ടില്ലാത്തതുകൊണ്ട് പാപത്തിൻ്റെ മൂലകങ്ങൾ നമ്മുടെ ശരീരത്തിലും നമ്മുടെ ദേഹിയിലും വസിക്കുന്നത് കൊണ്ട് പാപം ചെയ്യുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. മാത്രമല്ല ഓരോ പാപത്തിനും പിറകിൽ പാപശക്തി ഉള്ളതുകൊണ്ട് ഈ പാപശക്തി നമ്മുടെ അവയവങ്ങളെ സ്വാധീനിച്ച് നമ്മെ പാപത്തിൽ വീഴ്ത്തിക്കളയുന്നു. നമ്മുടെ അകത്ത് പാപം വസിക്കുന്നത് കൊണ്ട് നാം സ്വന്തം മോഹങ്ങളാൽ ആകർഷിക്കപ്പെട്ട് വശീകരിക്കപ്പെട്ട് പാപത്തിൽ വീണുകൊണ്ടിരിക്കുന്നു. അങ്ങനെ പാപം ചെയ്യുവാനുള്ള സാധ്യത നമ്മിൽ വളരെ കൂടുതലാണ്. പിശാച് അവൻ തന്ത്രങ്ങളിലൂടെ വ്യത്യസ്തമായ സാഹചര്യങ്ങൾ ഒരുക്കി നമ്മുടെ ജഡത്തെ സ്വാധീനിച്ച് പണിയപ്പെട്ടിട്ടില്ലാത്ത, സൗഖ്യമായിട്ടില്ലാത്ത, രൂപാന്തരം പ്രാപിച്ചിട്ടില്ലാത്ത നമ്മുടെ ദേഹിയിലൂടെ ഇടപെട്ട് നമ്മെ പാപത്തിൽ വീഴ്ത്തുവാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അങ്ങനെ ഏത് നിമിഷത്തിലും പാപത്തിൽ വീഴുവാനുള്ള സാധ്യത നമ്മിൽ വളരെ കൂടുതലാണ്. ഇവിടെയാണ് നമുക്ക് നീതിയുടെ കവചം ആവശ്യമായിരിക്കുന്നത്. ഈ എപ്പിസോഡുകളിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് നീതിയുടെ കവചം ഉള്ളവനിലും നീതിയുടെ കവചമില്ലാത്തവനിലും പാപം എങ്ങനെ സ്വാധീനിക്കുമെന്നാണ്. നീതിയുടെ ബോധം പ്രാപിച്ച് നീതിയുടെ സമൃദ്ധി പ്രാപിച്ച് അത് നീതിയുടെ കവചമായി തീർന്നെങ്കിൽ മാത്രമേ പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും നമ്മുടെ മനസ്സാക്ഷിയും ഹൃദയവും സംരക്ഷിക്കപ്പെടുകയുള്ളൂ. ഈ നീതിയുടെ കവചം എന്നാൽ എന്താണ്? എഫെസ്യ ലേഖനം 6-ാം അധ്യായം 14-ാം വാക്യത്തിലാണ് പിശാചിൻ്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽപ്പാൻ കഴിയേണ്ടതിന് ദൈവത്തിൻ്റെ സർവായുധ വർഗങ്ങളിൽ ഒന്നായ നീതിയുടെ കവചം നാം ധരിക്കണമെന്ന് വചനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. എന്താ ഈ നീതിയുടെ കവചമെന്ന് പറഞ്ഞാൽ? ദൈവം യേശുക്രിസ്തുവിനെ എനിക്ക് പകരമായി ഭൂമിയിലേക്ക് അയക്കുകയും പിതാവാം ദൈവം എൻ്റെ പാപങ്ങളെ
തൻ്റെ പുത്രനായ യേശുക്രിസ്തുവിൻ്റെ മേൽ ചുമത്തുകയും യേശുക്രിസ്തു തൻ്റെ ശരീരത്തിൽ എൻ്റെ പാപങ്ങളെ ചുമന്നുകൊണ്ട് എനിക്ക് പകരമായി ക്രൂശിന്മേൽ കയറുകയും ദൈവം യേശുക്രിസ്തുവിനെ എനിക്കു വേണ്ടി പാപം ആക്കുകയും ചെയ്തു. എൻ്റെ പാപത്തിൻ്റെ ശിക്ഷ, മരണം യേശുവിന് കൊടുത്തു. അവൻ എനിക്ക് പകരമായി മരിച്ചു, എനിക്ക് പകരമായി അടക്കപ്പെട്ടു. മൂന്നാം ദിവസം എന്നെ നീതീകരിക്കുവാൻ ദൈവം യേശുക്രിസ്തുവിനെ മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽപ്പിച്ചു. ഇത്രയും കാര്യങ്ങൾ ഞാൻ വിശ്വസിക്കുമ്പോൾ ദൈവം എൻ്റെ വിശ്വാസത്തെ നീതിയായി കണക്കിടുകയാണ്. ആ ദൈവനീതി എനിക്ക് കണക്കിടുകയും ആ ദൈവനീതി എനിക്ക് ദാനമായി തരുകയും ആ ദൈവനീതിയാൽ ദൈവം എന്നെ നീതീകരിക്കുന്നു, എന്നെ പാപം ചെയ്തിട്ടില്ലാത്തവനായി പ്രഖ്യാപിക്കുകയും എൻ്റെ പാപി എന്ന പേരിനെ നീക്കം ചെയ്ത് സ്വർഗത്തിലെ ബഹുമാനപ്പെട്ട കോടതി എന്നെ തൻ്റെ നീതിമാനായി പ്രഖ്യാപിക്കുന്നു. ഈ അറിവ് പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തിൽ പകരുകയാണ്. നീതിബോധം എൻ്റെ അകത്ത് തരുന്നു. അതായത് നീ ഇനി പാപിയല്ല, നീ ദൈവത്തിൻ്റെ നീതിമാനാണ്. ദൈവം നിൻ്റെ പാപത്തെ തൻ്റെ പുത്രൻ്റെ മേൽ കണക്കിട്ട് കഴിഞ്ഞു. പുത്രൻ്റെ നീതി നിനക്ക് പകരമായി തന്നിരിക്കുന്നു. നീ ദൈവനീതി പ്രാപിച്ച് നീതീകരിക്കപ്പെട്ട ദൈവത്തിൻ്റെ നീതിമാനാണ്. ഈ ബോധം പരിശുദ്ധാത്മാവിനാൽ വചനത്തിലൂടെ എൻ്റെ അകത്ത് വർദ്ധിച്ച് അത് നീതിയുടെ സമൃദ്ധിയായിത്തീരുന്നു. ഇത് എൻ്റെ അകത്ത് ക്രമേണ നീതിയുടെ കവചമായി മാറ്റപ്പെടുന്നു. അതെൻ്റെ മനസ്സാക്ഷിയെയും ഹൃദയത്തെയും ഇനി വരാൻ പോകുന്ന പാപത്തിൽ നിന്നും, പാപത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും, പിശാചിൻ്റെ തന്ത്രങ്ങളിൽ നിന്നും സംരക്ഷിക്കുവാൻ പര്യാപ്തമായ വെളിപ്പാടായി മാറ്റപ്പെടുകയാണ്. എൻ്റെ അകത്ത് ദൈവം നീതിയുടെ കവചം തന്നിരിക്കുക. അതായത് ഞാനിനി പാപിയല്ല, ഞാൻ ദൈവത്തിൻ്റെ നീതിമാനായി തീർന്നിരിക്കുന്നു. ഈ ബോധം എൻ്റെ അകത്ത് വളർന്ന് നീതിയുടെ കവചമായി മാറ്റപ്പെട്ടിരിക്കുകയാണ്. ഇത് കേവലം ഒരു ബൗദ്ധികമായ അറിവല്ല, മറിച്ച് പരിശുദ്ധാത്മാവാം ദൈവം ഈ ഉപദേശങ്ങൾ ഒരുവൻ്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച് അതവന് വെളിപ്പാടാക്കി തീർത്ത് ഈ വചനങ്ങളുടെ ജീവനും ആത്മാവും അവൻ്റെ അകത്ത് പകർന്ന് അവൻ്റെ അകത്ത് നീതിയുടെ കവചത്തെ സൃഷ്ടിച്ചെടുക്കുകയാണ്. അങ്ങനെ നീതിബോധത്തിൽ വന്ന ഒരു വ്യക്തി നീതിയുടെ കവചം ധരിച്ചു കഴിയുമ്പോൾ പാപത്തിൻ്റെ സാന്നിധ്യത്തിൽ നിന്നും, പാപത്തിൻ്റെ ഫലമായി ഉണ്ടാകുന്ന മനസ്സാക്ഷിയുടെ കുറ്റബോധത്തിൽ നിന്നും, തുടർന്നുണ്ടാകുന്ന പിശാചിൻ്റെ എല്ലാ തന്ത്രങ്ങളിൽ നിന്നും അവൻ്റെ ഹൃദയത്തെയും മനസ്സാക്ഷിയെയും സമ്പൂർണമായി സംരക്ഷിക്കാൻ തുടങ്ങുകയാണ്. ഈ നീതിയുടെ കവചത്തിൻ്റെ ശരിയായ ബോധ്യമില്ലാത്ത ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പാപം പ്രവേശിച്ചാൽ ആ പാപം അവനെ എങ്ങനെയൊക്കെ സ്വാധീനിക്കുമെന്ന് ഞാൻ നിങ്ങളോട് ഇനി പറയാൻ വേണ്ടി പോവുകയാണ്. ദൈവനീതിയുടെ ബോധ്യം ലഭിച്ചിട്ടില്ലാത്ത ഒരു ദൈവ പൈതലിൻ്റെ ജീവിതത്തിൽ അവൻ പാപത്തിൽ വീണുപോയാൽ ക്ഷണത്തിൽ പാപം അവൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് അവൻ്റെ മനസ്സാക്ഷിയെ മലിനമാക്കുന്നു. അവൻ്റെ മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ മനസ്സാക്ഷി അവനെ കുറ്റം വിധിക്കാൻ തുടങ്ങുന്നു. തുടർന്ന് അവൻ കുറ്റബോധമുള്ള ഒരു മനസ്സാക്ഷിയിൽ ജീവിക്കാൻ തുടങ്ങും. കഴിഞ്ഞ എപ്പിസോഡിൽ മനസ്സാക്ഷിയെക്കുറിച്ച് ഞാൻ അല്പമായി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഒരു മനുഷ്യൻ്റെ ഹൃദയത്തിലെ ദൈവത്തിൻ്റെ സാക്ഷിയും ന്യായാധിപനുമാണ് മനസ്സാക്ഷി. ശരിയും തെറ്റും എന്താണെന്ന് പറയുകയും ശരിയെ അംഗീകരിക്കുകയും തെറ്റിനെ കുറ്റം വിധിക്കുകയും ചെയ്യുന്ന അകത്തുള്ള ന്യായാധിപനാണ് മനസ്സാക്ഷി.
ഈ മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ, അവൻ്റെ അകത്ത് കുറ്റബോധമുണ്ടായി കഴിഞ്ഞാൽ, പിന്നെ അവന് നീതിമാനും വിശുദ്ധനുമായ ദൈവത്തിൻ്റെ മുമ്പാകെ വരുവാനുള്ള പ്രാഗൽഭ്യം നഷ്ടപ്പെടും. അതുപോലെ തന്നെ പിശാചിനെ എതിർക്കുവാനുള്ള ശക്തിയും അവന് നഷ്ടപ്പെടും. പാപം പ്രവേശിച്ച് മനസ്സാക്ഷി മലിനമായി കഴിഞ്ഞാൽ അവൻ്റെ ഹൃദയത്തിലുള്ള ദൈവിക സമാധാനം നഷ്ടപ്പെടും. ഒരു ദൈവത്തിൻ്റെ പൈതൽ അകത്തു വന്ന ദൈവിക സമാധാനം അനുഭവിച്ച് നിരന്തരം ജീവിക്കേണ്ട വ്യക്തിയാണ്. യേശുക്രിസ്തു തൻ്റെ സമാധാനം നമുക്ക് തന്നിട്ടുണ്ട്. എന്നാൽ പാപം പ്രവേശിച്ചു കഴിഞ്ഞാൽ, മനസ്സാക്ഷി മലിനമായി നമ്മെ കുറ്റം വിധിക്കാൻ തുടങ്ങിയാൽ, നമ്മുടെ അകത്തുള്ള ദൈവിക സമാധാനം നഷ്ടപ്പെട്ടു പോകുകയാണ്. ആ സമാധാനം അനുഭവിച്ച് സ്വസ്ഥതയിൽ നമുക്ക് ജീവിക്കാൻ കഴിയത്തില്ല. പാപം ഒരുവൻ്റെ ഉള്ളിൽ പ്രവേശിച്ച് മനസ്സാക്ഷി മലിനമായി അവൻ കുറ്റബോധത്തിലായിത്തീരുമ്പോൾ അവൻ്റെ അകത്ത് ഭയമുണ്ടാകുന്നു. ദൈവം നീതിമാനും വിശുദ്ധനും തേജോമയനുമാണെന്ന് അവന് ബോധ്യമുണ്ട്. വിശുദ്ധനും നീതിമാനും തേജോമയനുമായ ദൈവത്തിൻ്റെ മുമ്പാകെ ഒരു പാപിക്ക് വരുവാൻ കഴിയത്തില്ല. ആ ബോധ്യം അവൻ്റെ അകത്ത് ഭയം കൊണ്ടുവരികയാണ്. ഭയം എന്ന പദം വേദപുസ്തകത്തിൽ നാം ആദ്യമായി കാണുന്നത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 10-ാം വാക്യത്തിലാണ്. ആദം ദൈവത്തിൻ്റെ നിയമം ലംഘിച്ച് ദൈവത്തിനെതിരെ പാപം ചെയ്ത് പാപം അവൻ്റെ അകത്ത് കടന്നു കഴിഞ്ഞപ്പോൾ അവൻ ആദ്യമുണ്ടായ വികാരമാണ് ഭയം. വചനം ഇങ്ങനെ പറയുന്നു, തോട്ടത്തിൽ നിന്റെ ഒച്ച കേട്ടിട്ട് ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ട് ഒളിച്ചു എന്നവൻ പറഞ്ഞു. പാപം ചെയ്തതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഫലമായി അവൻ അനുഭവിച്ച വികാരമാണ് ഭയം. അവൻ ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുകയാണ്. നീതിമാനും വിശുദ്ധനും തേജോമയനുമായ ദൈവത്തെ അഭിമുഖീകരിക്കുവാൻ അവന് കഴിയുന്നില്ല. അവൻ പറയുന്നത്, ഞാൻ നഗ്നനാകൊണ്ട് ഭയപ്പെട്ടു ഒളിച്ചുവെന്നാണ്. ദൈവം മനുഷ്യനെ ഉണ്ടാക്കിയത് ദൈവത്തിൻ്റെ സ്വരൂപത്തിലാണ്. ദൈവത്തിൻ്റെ സ്വരൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളായി നാം മനസ്സിലാക്കുന്നത് അവൻ്റെ നീതി, വിശുദ്ധി, തേജസ്, ജ്ഞാനം തുടങ്ങിയ കാര്യങ്ങളാണ്. ദൈവത്തിൻ്റെ നീതിയിലും വിശുദ്ധിയിലും തേജസ്സിലും ജീവിക്കുന്ന ഒരു മനുഷ്യന് അവൻ്റെ ശാരീരിക നഗ്നതയെക്കുറിച്ച് അന്ന് തിരിച്ചറിയാൻ കഴിയത്തില്ല. നീതിയും വിശുദ്ധിയും തേജസ്സും ജ്ഞാനവുമെല്ലാം അവൻ്റെ ആത്മാവിൻ്റെ ഘടകങ്ങളായിരുന്നു. എന്നാൽ അവൻ പാപം ചെയ്തപ്പോൾ അവനിലെ ദൈവിക സ്വരൂപം നഷ്ടപ്പെടുകയും അവൻ പാപത്താൽ വാടിക്കൊഴിഞ്ഞുപോയ ഒരു മനുഷ്യക്കോലമായി മാറ്റപ്പെടുകയും ചെയ്തു. അങ്ങനെ അവൻ്റെ അകത്ത് ഭയം പ്രവേശിച്ചു. പാപത്തിൽ വസിക്കുന്ന ഏതൊരു വ്യക്തിക്കും നീതിമാനും വിശുദ്ധനുമായ ദൈവത്തോട് അടുത്തു വരുവാൻ കഴിയത്തില്ല. അവൻ്റെ അകത്ത് ഭയമുണ്ടെന്ന് വചനം വ്യക്തമായി പറയുകയാണ്. മാത്രമല്ല, അവൻ്റെ അകത്ത് പാപം പ്രവേശിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിലെ ആത്മാവിൻ്റെ നിറവ് നഷ്ടപ്പെടുകയാണ്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്. പരിശുദ്ധ ആത്മാവ് വീണ്ടും ജനിച്ച ഒരു വ്യക്തിയുടെ ആത്മാവിൽ സ്ഥിര താമസം ആരംഭിച്ചിരിക്കുകയാണ്. നിങ്ങൾ വീണ്ടും ജനിച്ച വ്യക്തി ആയതുകൊണ്ട് പരിശുദ്ധ ആത്മാവ് നിങ്ങളുടെ ആത്മാവിൽ താമസിക്കുകയാണ്. എന്നാൽ പരിശുദ്ധ ആത്മാവ് എൻ്റെ ആത്മാവിൽ മാത്രം താമസിച്ചാൽ എനിക്ക് അവനെ അനുഭവിക്കാൻ കഴിയത്തില്ല, അവനെ എനിക്ക് രുചിച്ചു നോക്കാൻ കഴിയത്തില്ല. പരിശുദ്ധാത്മാവ് എൻ്റെ ആത്മാവിൽ താമസിക്കുകയും തൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഹൃദയത്തെ എല്ലായ്പ്പോഴും നിറയ്ക്കുകയും ചെയ്യുന്നു. പരിശുദ്ധാത്മാവ് അവൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഹൃദയത്തെ, എൻ്റെ ഫാക്കൽറ്റീസിനെ നിറയ്ക്കുമ്പോഴാണ് എനിക്ക് അവനെ അനുഭവിക്കാൻ കഴിയുന്നത്.
പരിശുദ്ധാത്മാവ് തൻ്റെ സാന്നിധ്യം കൊണ്ട് എൻ്റെ ഹൃദയത്തെ നിറയ്ക്കുമ്പോൾ എൻ്റെ അകത്ത് ആത്മാവിൻ്റെ ഫലമുണ്ട്. എനിക്ക് ആത്മാവിൻ്റെ ഫലമായ സ്നേഹം, സമാധാനം, സന്തോഷം, ദയ, വിശ്വസ്തത, പരോപകാരം, ഇന്ദ്രിയജയം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമായി മാറ്റപ്പെടുകയാണ്. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ തൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ട് ആത്മനിയോഗത്തിൽ എനിക്ക് നടക്കാൻ കഴിയും. ആത്മാവിനെ അനുസരിച്ച് എനിക്ക് നടക്കാൻ കഴിയും. പരിശുദ്ധാത്മാവ് എൻ്റെ ഹൃദയത്തെ ദൈവത്തിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കുന്നത് കൊണ്ട് ദൈവത്തിൻ്റെ എല്ലാ വചനങ്ങളും അനുസരിക്കുവാൻ എനിക്ക് ബലം ലഭിക്കുകയാണ്. മാത്രമല്ല, ഒരു വിശുദ്ധമായ ജീവിതം എനിക്ക് ലഭ്യമാക്കുകയാണ്. എന്നാൽ പാപം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിക്കുമ്പോൾ എൻ്റെ ഹൃദയത്തിലുള്ള പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ആത്മാവിലേക്ക് ഉൾവലിയും. കാരണം പരിശുദ്ധാത്മാവിനും പാപത്തിനും, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തിനും പാപത്തിൻ്റെ സാന്നിധ്യത്തിനും ഒരുപോലെ ഒരേ സമയത്ത് ഒരു ഹൃദയത്തിൽ തുടരുക അസാധ്യമാണ്. ഇത് നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു പോയിൻ്റാണ്. പാപം എൻ്റെ ഹൃദയത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ ക്ഷണത്തിൽ എൻ്റെ ഹൃദയത്തിലുള്ള ആത്മസാന്നിധ്യം, പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം എൻ്റെ ആത്മാവിലേക്ക് പിൻവലിയുകയാണ്. പരിശുദ്ധാത്മാവ് നമ്മെ വിട്ടുമാറത്തില്ല. അവൻ നമ്മെ വിട്ട് വെളിയിൽ പോകത്തില്ല. അവൻ നമ്മുടെ ആത്മാവിൽ തന്നെ താമസിക്കും. പക്ഷേ പാപം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പരിശുദ്ധാത്മാവിന് നമ്മുടെ ഹൃദയത്തിൽ തുടരുവാൻ കഴിയത്തില്ല. എന്നാൽ പാപം നമ്മുടെ ഹൃദയത്തിൽ പ്രവേശിച്ചാൽ പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യം നമ്മുടെ ഹൃദയത്തിൽ തുടരുന്നത് അസാധ്യമായി തീരുകയാണ്. നാം പാപത്തിലാണെന്ന് നമുക്കെങ്ങനെ തിരിച്ചറിയാം? നമ്മുടെ ഹൃദയത്തെ പരിശോധിച്ചാൽ മാത്രം മതി. നമ്മുടെ ഹൃദയം ശൂന്യമാണോ? നമ്മുടെ ഹൃദയം ബലഹീനമാണോ? നിങ്ങൾ പ്രാർത്ഥിക്കുന്നുണ്ട്, ആരാധിക്കുന്നുണ്ട്, അന്യഭാഷകൾ പറയുന്നുണ്ട്, കർത്താവിനെ ശുശ്രൂഷിക്കുന്നുണ്ട്, പ്രസംഗിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഹൃദയം ബലഹീനമാണെങ്കിൽ, നിങ്ങളുടെ ഹൃദയം ശൂന്യമാണെങ്കിൽ ആത്മസാന്നിധ്യം നിങ്ങളുടെ അകത്തില്ല. കാരണം പാപം നിങ്ങളുടെ അകത്ത് പ്രവേശിച്ചിട്ടുണ്ട്. പാപം നമ്മുടെ അകത്ത് പ്രവേശിച്ചാൽ ദൈവസാന്നിധ്യം ക്ഷണത്തിൽ നമ്മുടെ ഹൃദയത്തിൽ നിന്നും നഷ്ടപ്പെടുകയാണ്. കിങ്ഡം ആൻഡ് ഗ്ലോറി മിനിസ്ട്രീസിൻ്റെ ആഫ്രിക്കൻ മിഷനിലേക്ക് എൻ്റെ എല്ലാ മാന്യപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. ആഫ്രിക്കയുടെ മിക്ക രാജ്യങ്ങളിലും തുടരുന്ന ആഭ്യന്തര യുദ്ധങ്ങളിൽ നിന്നും അഭയാർത്ഥികളായി യുഗാണ്ടയിൽ ജീവിക്കുന്ന 40 ലക്ഷത്തിലധികം വരുന്ന ജനങ്ങളുടെ മധ്യത്തിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. യുദ്ധത്തിൻ്റെയും ബലാത്സംഗത്തിൻ്റെയും കടുത്ത ഭീതിയിലും ആകുലതയിലും കഴിയുന്ന ഒരു കൂട്ടം ജനം ഒരു പ്ലാസ്റ്റിക് ഷീറ്റിൻ്റെ മറയിലും മൺകൂടാരങ്ങളിലും ശിഷ്ടായുസ് മുഴുവൻ അന്തിയുറങ്ങുവാൻ വിധിക്കപ്പെട്ടവർ. ശരിയായ അളവിലുള്ള പോഷകാഹാരമോ വസ്ത്രമോ വിദ്യാഭ്യാസമോ ആധുനിക ചികിത്സ സംവിധാനങ്ങളോ ഇവർക്ക് ഇപ്പോഴും അന്യമാണ്. വളരെ ശോചനീയമായ പരിസ്ഥിതിയിൽ കേവലം മൃഗങ്ങളെപ്പോലെ ജീവിതം തള്ളി നീക്കുവാൻ വിധിക്കപ്പെട്ട മാനസിക ശാരീരിക വൈകല്യങ്ങൾക്ക് അടിമയായവരും അനാഥരുമായ ആയിരങ്ങൾ ഇതിൻ്റെ മധ്യത്തിലുണ്ട്. ഹ്യൂമൻ ട്രാഫിക്കിംഗ്, ലൈംഗിക ചൂഷണവും നിർബാധം തുടരുന്ന ഇവിടെ മാനസിക വൈകല്യങ്ങളുള്ള കുഞ്ഞുങ്ങൾ പോലും പിച്ചു ചീന്തപ്പെടുന്ന ദാരുണ സംഭവങ്ങൾ വിരളമല്ല. കുട്ടികൾ ഉൾപ്പെടെ ജനത്തിനായി ദീർഘമണിക്കൂറുകൾ കാത്തു നിൽക്കുന്നത് നിത്യകാഴ്ചയാണ്. ഈ ജനത്തിന് ആശ്വാസവും ധൈര്യവും പകർന്നുകൊണ്ട് 25ഓളം വരുന്ന നമ്മുടെ മിഷൻ പ്രവർത്തകർ ഭവനങ്ങൾ സന്ദർശിക്കുകയും വചനം പഠിപ്പിക്കുകയും ഇവർക്കായി പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഗ്ലോറിയസ് കിഡ്സ് കാസിൽ എന്ന പേരിൽ മാനസിക വൈകല്യങ്ങൾ ഉള്ള കുഞ്ഞുങ്ങളുടെ പുനരധിവാസത്തിനായുള്ള ഒരു സ്ഥാപനവും നാം ആരംഭിച്ചിട്ടുണ്ട്. ആഫ്രിക്കയുടെ വിവിധ രാജ്യങ്ങളിലേക്ക് സുവിശേഷ ദൗത്യവുമായി മിഷണർമാരെ അയക്കുന്നതിനായി ബൈബിൾ ട്രെയിനിങ് സെൻ്ററിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഇവിടെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നു. അനാഥരും ശാരീരിക വൈകല്യങ്ങളുമുള്ള കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ഒരു ബോർഡിംഗ് സ്കൂൾ, ഒരു കുഴൽക്കിണർ നിർമ്മാണ യൂണിറ്റ്, മൊബൈൽ മെഡിക്കൽ യൂണിറ്റ് തുടങ്ങിയവ ആരംഭിക്കുവാനുള്ള ഒരുക്കത്തിലാണ് നമ്മൾ. ഈ ദൗത്യത്തിൽ നിങ്ങൾക്കും ഞങ്ങൾക്കൊപ്പം പങ്കുചേരുവാൻ അവസരമുണ്ട്.
അനാഥരും വൈകല്യങ്ങൾക്ക് അടിമകളുമായ ഒന്നോ അതിലധികമോ കുഞ്ഞുങ്ങളെ നിങ്ങൾക്ക് സ്പോൺസർ ചെയ്യുവാൻ കഴിയും. ബോർവെൽ നിർമ്മാണ യൂണിറ്റിലും മൊബൈൽ മെഡിക്കൽ യൂണിറ്റിലും നിങ്ങൾക്ക് പങ്കാളിത്തം വഹിക്കുകയോ സ്പോൺസർ ചെയ്യുകയോ ചെയ്യാം. ഒന്നോ അതിലധികമോ സുവിശേഷകന്മാരെ സപ്പോർട്ട് ചെയ്യുവാൻ നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങളൊരു സ്പെഷ്യൽ എഡ്യൂക്കേറ്ററോ മെഡിക്കൽ പ്രൊഫഷനുള്ള വ്യക്തിയോ ആണെങ്കിൽ നിങ്ങളുടെ സഹായം ഇവർക്ക് അധികം ആവശ്യമുണ്ട്. ഈ ദൗത്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ഈ സ്ഥലം സന്ദർശിക്കുവാനും നിങ്ങൾക്ക് അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായ ഒരു മിനിസ്ട്രി ഇവിടെ ആരംഭിക്കുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആവശ്യമായ എല്ലാ നിയമസഹായങ്ങളും ഞങ്ങളുടെ NGO നൽകുന്നതായിരിക്കും. വാക്കുകൾക്ക് അതീതമായ ദുരന്തമുഖത്ത് ജീവിക്കുന്ന നമ്മുടെ സഹജീവികളുടെ ആശ്വാസത്തിനും ഉന്നമനത്തിനുമായി നമുക്ക് ഒരുമിച്ച് ഈ ദൗത്യത്തിൽ പങ്കുചേരാം. പുതു ജെറുസലേം നഗരമതിൻ ഭവനമാ, നിൻ തേജസ്സിൻ പൂർണ്ണതയിൻ അവകാശമാ. പുതു ജെറുസലേം നഗരമതിൻ